ഒരിക്കൽ ഗുരുവായൂർ കുളിച്ചു തൊഴാൻ പോയതാ അച്ഛനും അപ്പയും. അതെന്തിനാ കുളിച്ചു തൊഴാൻ പോയെ? കുളിക്കാതെ പോയി കഴിഞ്ഞാൽ മുടിയൊക്കെ ഉണങ്ങി വല്ലാതിരിക്കും, അവർക്ക് അറിയാൻ പറ്റും കുളിക്കാതെ. അതുകൊണ്ടാണ് കുളിച്ചു തൊഴുന്നത്. പിന്നെ തിരിച്ചു വന്നത് രണ്ട് വെളുത്ത കെട്ടുകളാ. അവർക്ക് എന്തെങ്കിലും രണ്ട് വെളുത്ത കെട്ടുകൾ, രണ്ട് റോൾ ഷവർമ. ഇളയത്തുകൾക്ക് ജീവനാത്. എനിക്ക് കടക്കാര് അരിഞ്ഞു കുത്തി പൊതിഞ്ഞു കെട്ടിക്കൊടുക്കാൻ വൈകിട്ട് പാതിരാത്രിയെ കൊണ്ടുവന്നത്. ചില കടക്കാർ അങ്ങനെ. എന്റെ ഇളയത്തുകൾ 3 പെൺകുട്ടികളാ. അവരുറക്കുമായിരുന്നു. ഞാൻ കണ്ടു ഒരു തോട്ടം. അപ്പോഴത്തേക്കും ഇളയത്തുകൾ എഴുന്നേറ്റു. എനിക്കത് പൊതിഞ്ഞോണ്ട് വന്ന പേപ്പറും മൈഡേസും പോലും കിട്ടിയില്ല. ആ പേപ്പർ എളുപ്പത്തിന് അതുകൊണ്ട് തിന്നു ഇളയത്തുകൾ. എന്റെ ഇളയ സരോജിനി കേശവദാരന്റെ വീട്ടിലെ താമസം. അസുഖമുള്ള കുട്ടിയാ, നാക്കിനാ കുഴപ്പം. ഒത്തു പറഞ്ഞ 9 പറയും. അവര് സ്കൂളിൽ പറഞ്ഞയക്കുന്നുണ്ട്. ഇന്നലെ 4-2 ബെല്ലടിച്ചതിന് ഹെഡ് മാഷിനെ തല്ലിയെന്ന് കേൾക്കുന്നു. ഇതാ ബാലാപടി. രാത്രി വീട്ടിലേക്ക് കൊണ്ടുവന്ന വെളുത്ത ഷവർമ കെട്ടുകൾ മുതൽ ഇളയത്തുകൾ ഷവായി ഷവായി എന്ന് പറഞ്ഞ് കരയുന്നത് വരെ ഓർമ്മ വരും. രാത്രി ഇവിടുത്തെ ഉപ്പും ചോറും